ആണവായുധ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചാൽ ഇറാനിൽ ബോംബിടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിൽ വിജയിച്ചു എന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അവകാശവാദത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി. ഖമേനിയെ മോശവും അപമാനകരവുമായ മരണത്തിൽ നിന്നും താൻ രക്ഷിച്ചെന്ന് ട്രംപ് ട്രൂത്ത് പോസ്റ്റിലും കുറിച്ചു. ഈ ആഴ്ച ആദ്യം വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം നടത്തിയ ആദ്യ സൈനികാഭ്യാസത്തിൽ ഫോദോ, ഇഫ്തഹാൻ, നദാൻസ് തുടങ്ങിയവിടങ്ങളിലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയതിനു ശേഷം ഖത്തറിലെ ഒരു പ്രധാന US താവളത്തിൽ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയുടെ മുഖത്ത് അടിച്ചുവെന്ന് ഖമേനി പറഞ്ഞിരുന്നു. എന്നാൽ ഖമേനി യുദ്ധത്തിൽ വിജയിച്ചെന്ന നഗ്നവും വിഡ്ഢിത്തവും നിറഞ്ഞതുമായ കള്ളം പറയുകയാണ് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ രാഷ്ട്രം നശിച്ചു, അയാളുടെ 3 പൈശാചിക ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി, അയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ ഇസ്രായേലിനെയും ലോകത്തെ ഏറ്റവും ശക്തവും വലുതുമായ അമേരിക്കൻ സൈന്യത്തെയും അയാളെ കൊലപ്പെടുത്താൻ താൻ അനുവദിച്ചില്ല എന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിന് തന്നോട് നന്ദി പറയേണ്ടതില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ടെഹ്റാനെ നേരിട്ട് ലക്ഷ്യം വെക്കാൻ പദ്ധതിയിട്ട ഇസ്രായേലിനെ താൻ തിരികെ വിളിച്ചു, അല്ലെങ്കിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും നിരവധി ഇറാനികൾ കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നു. യുദ്ധത്തിലെ ഏറ്റവും വലിയ ആക്രമണമായി ഇത് മാറുകയാണ്, ട്രംപ് പറഞ്ഞു. ഖമേനിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയെ ദേഷ്യത്തിന്റെയും വെറുപ്പിന്റെയും വിവരണമെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. ഇറാന്റെ പൂർണ്ണവും വേഗത്തിലുള്ളതുമായ സമ്പൂർണ്ണ പുനരുദ്ധാരണത്തിന് അവസരം ഒരുക്കുമായിരുന്ന ഉപരോധങ്ങൾ പിൻവലിക്കാനുള്ള തന്റെ നീക്കത്തെ ഇത് പിന്നോട്ടടിപ്പിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ ലോകക്രമത്തിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ അവരെ അത് മോശമായി ബാധിക്കും. അവർ എപ്പോഴും ദേഷ്യമുള്ളവരും അസഹിഷ്ണുതയുള്ളവരും അസന്തുഷ്ടരുമാണ്. അത് അവർക്ക് തന്നെ ചുട്ടുപൊള്ളുന്ന, പൊട്ടിത്തെറിച്ച, ഭാവിയില്ലാത്ത, നശിച്ച സൈന്യമുള്ള, ഭയാനകമായ സമ്പദ് വ്യവസ്ഥയുള്ള, ചുറ്റിലും മരണം മാത്രമുള്ള രാജ്യത്തെയാണ് സമ്മാനിച്ചത്. അവർക്ക് പ്രതീക്ഷയില്ല. ഇറാന്റെ നേതൃത്വം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നും ട്രംപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ഇറാൻ വിജയം നേടിയെന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു. അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഇതെന്നും യുദ്ധത്തിൽ ഇടപെട്ടതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നും ഖമേനി പറഞ്ഞിരുന്നു. ഇറാനെതിരെ ഇനിയും ആക്രമണം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഖമേനി പ്രസ്താവിച്ചിരുന്നു. വൈറ്റ് ഹൌസ് വാർത്താ സമ്മേളനത്തിൽ ഖമേനി നടത്തിയ രൂക്ഷമായ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ട്രംപ് ഖമേനിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവായുധ പദ്ധതി അവസാനിപ്പിക്കുന്നതിൽ സമീപകാല ആക്രമണങ്ങൾ വിജയിച്ചില്ലെങ്കിൽ പുതിയ വ്യോമാക്രമണങ്ങൾ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും സംശയമില്ല, തീർച്ചയായും എന്നാണ് ട്രംപ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിൽ നിന്ന് ഉള്ള പരിശോധകർക്ക് അവസരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ IAEA-യുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ഒരു ബിൽ ഇറാൻ അംഗീകരിച്ചു. ഇത് ആക്രമണങ്ങൾക്കുള്ള നേരിട്ടുള്ള പ്രത്യാക്രമണമായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള ഏജൻസിയുടെ ഏതൊരു അഭ്യർത്ഥനയും ടെഹ്റാൻ നിരസിച്ചേക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വെള്ളിയാഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്.